ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ പൊൻസുദിനം. ഈ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നിനക്ക് നേരുകയാണ്. ഈശോയുടെ കല്ലറങ്കിലേക്ക് ആദ്യം ഓടിയത് മഗ്ദല മറിയമാണ്. മഗ്ദല മറിയം അവിടെ ചെന്നിട്ട് ഈശോയുടെ ശരീരം കാണുന്നില്ല. ഉടനെ പോയി പത്രോസിനോടും യോഹന്നാനോടും പറയുകയാണ്. അവരും ഓടി കല്ലറയിലെത്തുന്നു. പക്ഷെ അവരും ഈശോയുടെ ശരീരം അവിടെ കണ്ടില്ല. അവസാനം അവർ വിശ്വസിച്ചു. വചനം ഇങ്ങനെ പറയുക, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 9-ാം തിരുവചനം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. ഈശോ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവഴുത്ത് അതുവരെ അവർ മനസ്സിലാക്കിയില്ല. അവർ എന്ന് പറയുമ്പോൾ ആരാ? ഈശോയെ ഏറെ സ്നേഹിച്ച മഗ്ദല മറിയം, ഈശോ ഏറെ സ്നേഹിച്ച യോഹന്നാന്, ഈശോ തലവനായിട്ട് തിരഞ്ഞെടുത്ത പത്രോസ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. എന്തായാലും ഇന്ന് നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ജീവിത പ്രതിസന്ധികളുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ എത്രത്തോളം നിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നു, എൻ്റെ കർത്താവ് ഉയർത്തിട്ടുണ്ടെന്നുള്ളത്. എൻ്റെ കർത്താവ് ഉയർത്തിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധികളുടെ മേലും നീ സങ്കടപ്പെടില്ല. ഒരു ശക്തിക്കും നിന്നെ തളർത്താനോ തകർക്കാനോ പറ്റില്ല. കാരണം മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തവൻ്റെ കൂട്ടത്തിലാ നീ. എന്തെങ്കിലുമൊക്കെ തളർത്തുന്നുണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ, ഈ വത്സല ശിഷ്യന്മാരെ പോലെ, ഈ മഗ്ദല മറിയത്തെ പോലെ ഈശോയുടെ ഉയർപ്പ് ഇനിയും നീ ജീവിതത്തിൽ അംഗീകരിക്കാറുണ്ട്. നിന്റെ വിശ്വാസത്തിലൊക്കെയാണ്, നിന്റെ ജീവിതത്തിൽ നീ അംഗീകരിക്കാറുണ്ട്. നമുക്ക് വേണ്ടി മരണം വരിച്ച കർത്താവ് ഇതാ വിജയശ്രീലാളിനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയണം, പ്രതിസന്ധികളിലേക്ക് നോക്കിക്കൊണ്ട്, തകർച്ചയിലേക്കും തളർച്ചയിലേക്കും നോക്കിക്കൊണ്ട് പറയണം, ഇതിനും മേലെ ഉയർത്തെഴുന്നേറ്റൊരു കർത്താവ് എനിക്കുണ്ടെന്ന്. ആ കർത്താവ് നിന്നെ രക്ഷിക്കും, നിന്നെ ഉയർത്തും, നിന്നെ ശക്തിപ്പെടുത്തും. അത് അനുഭവിക്കാൻ നിനക്ക് ഇടവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായി നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നല്ലവനായ നിന്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ആനന്ദിക്കുമ്പോൾ, നീ ഉയർത്തുമെന്ന ആ ബോധ്യം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, പ്രത്യേകിച്ച് തളർന്നതും തകർന്നതുമായ മേഖലകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയും കുടുംബവും ജീവിത മേഖലകളെല്ലാം ധന്യമായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.